എറണാകുളം കലൂരിൽ രാത്രി നടക്കാനിറങ്ങിയ പെൺകുട്ടികളെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബർ പെൺവാണിഭ കേന്ദ്രത്തിലെ നടത്തിപ്പുകാരനെന്ന് പോലീസ്. ഇയാളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജിൽ ഇതര സംസ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ പെൺകുട്ടികളെ എത്തിച്ച് ചൂഷണം ചെയ്യുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കലൂർ ചക്കാലപ്പറമ്പിൽ വെച്ചാണ് 2 പെൺകുട്ടികൾ അക്ബർ അടങ്ങുന്ന സംഘത്തിന്റെ ക്രൂര ആക്രമണത്തിനിരയായത്. ഒളിവിൽ പോയ അക്ബറിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും പെൺകുട്ടികളെ എത്തിച്ച് കലൂരിലെ ലോഡ്ജിൽ പാർപ്പിച്ച് അക്ബർ പെൺവാണിഭം നടത്തിയെന്നാണ് കണ്ടെത്തൽ. 3 നില കെട്ടിടത്തിലെ മുഴുവൻ മുറികളും വാടകയ്ക്കെടുത്തായിരുന്നു പ്രവർത്തനം. പെൺകുട്ടികളെ ആക്രമിച്ച സംഭവം പുറത്തറിഞ്ഞതോടെ അക്ബർ കെട്ടിടം അടച്ചുപൂട്ടി മുങ്ങി. പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട ചക്കാലപ്പാടം പ്രദേശം അടുത്തിടെയായി സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നാട്ടുകാർക്കുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർന്ന ബോർഡാണിത്. എല്ലാവരും സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ഈ ഹോസ്റ്റലുകാരും ഈ കടക്കാരും ഇങ്ങനെ വന്നതാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളായത്. കടക്കാരെ കുറ്റം പറയല്ല, ഈ 24 hours കടയെന്ന് പറയുമ്പോൾ എല്ലാം എവിടെ ഉണ്ടത് എല്ലാം വന്ന് ഈ റോഡിൽ കൂടെ അങ്ങേ റോഡിൽ കൂടെ വന്ന് ഇവിടെ നമുക്കാണ് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് പോലും സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാൻ, രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ കടകളെല്ലാം തുറന്ന് രാത്രി മുഴുവൻ വെച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നേരം വെളുക്കുന്നവരെ തെരുവിൽ ഈ ആളുകളൊക്കെ ഉണ്ട്. റെസിഡൻസ് അസോസിയേഷന്റെ മുന്നറിയിപ്പ് പോലീസ് ഗൗരവമായി എടുത്തില്ലെന്ന പരാതി പ്രദേശവാസികൾക്കുണ്ട്. പ്രദേശത്ത് സ്ഥിരമായി പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പഠനത്തിനും തൊഴിലിനുമായി ഇവിടെ എത്തുന്ന ആർക്കുമെതിരല്ല ഇവിടത്തുകാർ. എന്നാൽ ഇവരുടെ സ്വൈര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതിനെയാണ് ഇവർ എതിർക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന മുന്നറിയിപ്പ് ബോർഡും. ക്യാമറമാൻ ആദർശ് രാജേഷിനൊപ്പം അബ്ദുൽ നാസർ എം എ, മീഡിയ 1 കൊച്ചി.